ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമുക്ക് ചീസ് പോപ്കോൺ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ചീസ് പോപ്കോൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചൂട് കട്ടിയുള്ള പാത്രം മതി. നമ്മുടെ കുക്കറായാലും കുഴപ്പമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഈ പാത്രം ഒന്ന് ചൂടാകണം. അതിനുവേണ്ടി കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് വലിയ വലിയ മാളുകളിലും മൾട്ടിപ്ലെക്സിലും ഒക്കെ കൊണ്ടുപോയി മേടിച്ചു കൊടുക്കുന്ന ചീസ് പോപ്കോൺ അതേ രുചിയിലും മണത്തിലും നിറത്തിലും വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു സാധനമല്ലേ, അതുകൊണ്ട് അതിനെ ഒന്ന് കോമ്പൻസേറ്റീവ് ചെയ്യാൻ ഞാൻ കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബട്ടറും ഓയിലും ഒക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തോരമാണോ നമുക്ക് പോപ്കോൺ വേണ്ട അതനുസരിച്ച് ചോളം ഇട്ട് കൊടുക്കണം. ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ പാത്രം നിറഞ്ഞ് കവിഞ്ഞ് പോകും കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ചിട്ടാൽ തന്നെ ഒത്തിരി ആവും. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേനും ഒരുപാടാവും. പിന്നെ ചോളം മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ചോളം സീഡ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും അത് പൊട്ടാൻ തുടങ്ങും. ദേ ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ചോളത്തിൻ്റെ സീഡ് പോപ്പപ്പായി പോപ്കോൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. അടിയിലുള്ള നമ്മുടെ സീഡ്സ് നന്നായി പൊട്ടുന്നതിനും പിന്നെ കരിഞ്ഞ് പിടിക്കാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയാട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം പൊട്ടി തീർന്നു. നമുക്ക് മൂടി മാറ്റി നോക്കാം. 2-3 എണ്ണമൊക്കെ പൊട്ടാനുണ്ട് കേട്ടോ. ഒന്നുകൂടെ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നല്ല ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചീസ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ചീസ് ചേർക്കാം. നമ്മളിവിടെ ചേർക്കുന്നത് ചീസ് പൗഡറാട്ടോ. നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ചീസോ ചീസ് ഷീറ്റൊന്നുമല്ല. വളരെ എളുപ്പത്തിൽ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ചീസ് പൗഡർ. അതൊരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. കാരണം എല്ലാത്തിലും അതേക്കൊന്ന് കോട്ടാവുന്നതിന് വേണ്ടി വീണ്ടും കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം അടിയിലുള്ള പോപ്കോണിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചീസ് പൗഡർ എത്തിയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ ചീസ് പൗഡർ ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് സെയിം പ്രോസസ്സ് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ തവണയും ഇങ്ങനെ ഓരോ പ്രാവശ്യം 3-4 തവണ ചീസ് ഇട്ടിട്ട് കൊടുത്ത് നമുക്ക് എന്തോരമാണോ ചീസിൻ്റെ ഫ്ലേവർ ഉണ്ട് അതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നോക്കിക്ക് നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാട്ടോ നമ്മുടെ ഈ ചീസ് പോപ്കോൺ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മക്കൾക്ക് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ അഞ്ജു. ബൈ ബൈ.